എന്റെ ദൈവമേ, വചനം കേൾക്കാതിരിക്കുവാൻ ശത്രു ഉപയോഗിക്കുന്ന എല്ലാ തന്ത്രങ്ങളും ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. വെളിച്ചപ്പാടാത്മാവ് കൊണ്ട്, ദൈവാത്മാവ് കൊണ്ടല്ല. എങ്ങനെ? വെളിച്ചപ്പാടാത്മാവ് കൊണ്ട്, അതായത് പരിശുദ്ധാത്മാവ് കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടല്ല, വെളിച്ചപ്പാടാത്മാവ് കൊണ്ട് നീ എനിക്ക് പ്രശ്നം നോക്കുകയും ഞാൻ പറയുന്നവനെ വരുത്തി തരികയും എന്ന് പറഞ്ഞു. ഏത് സ്പിരിറ്റിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച പഠിച്ചത്? സ്പിരിറ്റ് ഓഫ് ഡിവിനേഷനെ പഠിച്ചത്. ഈ പ്രാവശ്യം പഠിക്കാൻ പോകുന്ന ഏതാ? രണ്ടാമത്തത്. ഫെമിലിയർ സ്പിരിറ്റ്, അതായത് പരിചിതമായ ആത്മാവ്, മന്ത്രവാദികൾക്ക് പരിചയമുള്ള ആത്മാവ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഭിചാര ക്രിയകൾ ചെയ്യുന്ന വ്യക്തികൾക്ക് പരിചയമുള്ള ആത്മാക്കൾ. ഇപ്പം നമുക്ക് പരിശുദ്ധാത്മാവിനെ പരിചയമുള്ളത് അല്ലേ? നമുക്ക് പരിശുദ്ധാത്മാവിനെ പരിചയമുള്ളതുപോലെ പരിചിതമായ ആത്മാക്കളോട് സംസാരിക്കുന്ന പ്രവൃത്തി മനസ്സിലാകുന്നുണ്ടോ? അതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്. അതിന് ഇംഗ്ലീഷിൽ നെക്രോമാൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് മാജിക് ഒക്കെ ഇല്ലേ? ബ്ലാക്ക് മാജിക് ഒക്കെ കണ്ടിട്ടില്ലേ? നമ്മുടെ കണ്ണിന് മുമ്പിൽ തന്നെ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ തോന്നിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ആഭിചാരം, മന്ത്രവാദം, അതിനെയാണ് അത് പറയുന്നത്. ഇതിലേക്ക് ഒന്നും നമ്മുടെ ദൈവമക്കൾ പോകാൻ പാടില്ല, പോകത്തില്ല എന്നെനിക്കറിയാം. പക്ഷെ പോകാൻ പാടില്ല എന്ന് പരിശുദ്ധാത്മാവിൽ ഞാനിവിടെ നിന്ന് പറയുന്ന പോലെ തന്നെ പഴയ നിയമ പുസ്തകത്തിൽ ഒരുപാട് പ്രാവശ്യം ദൈവം നേരിട്ട് തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇതിലേക്കൊന്നും പോകാൻ പാടില്ല. അങ്ങനെ പറയാൻ കാരണം പോയിക്കൊണ്ടിരുന്നവരുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? പോയിക്കൊണ്ടിരുന്നവരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോകാൻ പാടില്ലെന്ന് പറയുന്നത്. ബിസിനസ്സിന്റെ നേട്ടത്തിന് വേണ്ടിയിട്ട്, ഒരു യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാവുന്നുണ്ടോ? രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ട്, മുൻകൂട്ടി കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വെളിച്ചപ്പാടത്തിനടുത്തും മന്ത്രവാദികളുടെ പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് പോകരുത് എന്ന് പറഞ്ഞ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. തന്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ലക്ഷണം പറയുന്നവൻ, അജ്ഞനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഇതൊന്നും നിങ്ങളുടെ ഇടയിൽ കാണരുത്. വെളിച്ചപ്പാടന്മാരുടെയോ മന്ത്രവാദികളുടെയോ അടുക്കൽ പോകരുത്. അവരാൽ അശുദ്ധരായി തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുകയും. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ ആര് അശുദ്ധരാകും? ദൈവമക്കൾ അശുദ്ധരായി തീരും. ക്ഷുദ്രക്കാരത്തിയെ നീ ജീവനോടെ വെക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പറയുന്ന വെളിച്ചപ്പാടത്തി, ലക്ഷണം നോക്കുന്നവർ, ആഭിചാര പ്രവൃത്തി ചെയ്യുന്നവർ, മന്ത്രവാദി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ക്രിയകൾ, കർമ്മങ്ങൾ, ക്ഷുദ്രപ്രവൃത്തികൾ ചെയ്യുന്നവരെ യഹോവ ദൈവം വെറുക്കുന്നു. അവരെ ജീവനോടെ വെക്കരുത്. അവരുടെ അടുത്ത് പോയാൽ നീ അശുദ്ധനായി തീരും എന്ന് പറഞ്ഞ് അവരെ അവൻ നഖശിഖാന്തം എതിർക്കുകയാണ്. ആര്? കർത്താവായ യേശു ക്രിസ്തു, അർത്ഥാൽ ദൈവം അവരെ എതിർക്കുകയാ. മനസ്സിലാകുന്നുണ്ടോ? എതിർക്കുക. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഈ മരിച്ച ആത്മാക്കളോട് സംസാരിക്കാൻ പറ്റുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അതിലേക്കാണ് ഞാൻ വരുന്നത്. പറ്റുമെന്നാണല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മരിച്ച ആത്മാക്കളോട് സംസാരിക്കാൻ പറ്റുമെന്നാണ് ബൈബിളിലെ ശൗലിന്റെ ആ വാക്യം വെച്ചിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ മരിച്ച ആത്മാക്കളുമായി സംസാരിക്കാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? മരിച്ച ആത്മാക്കളുമായി സംസാരിക്കാൻ പറ്റത്തില്ല. മരിച്ച ആത്മാക്കളാണെന്ന് പറഞ്ഞ് ഭൂതത്തിന് സംസാരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? മരിച്ച ആത്മാക്കളാണെന്ന് പറഞ്ഞ് ഭൂതത്തിന് സംസാരിക്കാം. അത് ഇന്നും നടക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ശൗലിന്റെ അടുത്ത് ശമൂവേൽ വന്നതെന്നുള്ള ചോദ്യം വരും. വായിക്കാം, ഞാൻ പറഞ്ഞ് ക്ലിയർ ചെയ്ത് തരാം. ഞാൻ ഇതിന്റെ ഒരു കൺഫ്യൂഷനിലായിരുന്നു, ഭയങ്കര ആശയക്കുഴപ്പത്തിലായിരുന്നു. ഒരാഴ്ചയായിട്ട് ഈ ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സെക്കൻഡ് പാർട്ട് നടക്കും തോന്നുന്നില്ല. എനിക്കിത് വെളിപ്പെട്ട് കിട്ടുന്നില്ല. പക്ഷെ കർത്താവ് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയത് ഒരുപാട് ലേറ്റായിട്ടാണ്. ഇത് കിട്ടാതെ എനിക്കിവിടെ ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വേറെ മെസ്സേജ് പറയേണ്ട വന്നേനെ എനിക്കിവിടെ. സ്തോത്രം. അതിനുവേണ്ടി ഇരുന്ന് പ്രാപിച്ച് തന്നപ്പോൾ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന വെളിപ്പാടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക, എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന വെളിപ്പാടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സ്തോത്രം. ഇത് എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ ശരിയാകണമെന്ന് ഇല്ല. ഒരുപാട് അഭിപ്രായങ്ങളുള്ളവരുണ്ട്. മനസ്സിലാവുന്നുണ്ട്? ഒരുപാട് അഭിപ്രായങ്ങളുള്ളവരുണ്ട്. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ എന്നോട് കർത്താവ് നൽകി തന്നിരിക്കുന്ന വെളിപ്പാടാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ഹൃദയത്തിനകത്ത് യെസ് എന്ന് തോന്നുവാണെങ്കിൽ ഏറ്റെടുക്കുക. ഓക്കെ, യെസ് എന്ന് തോന്നുവാണെങ്കിൽ ഏറ്റെടുക്കുക. വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 3 മുതൽ ഒന്ന് വായിച്ച്. ശമൂവേൽ മരിച്ചുപോയിരുന്നു. അപ്പൊ ശമൂവേൽ ഇപ്പൊ ജീവനോടെ ഇല്ല, മരിച്ചുപോയിരുന്നു. ഇസ്രായേലെല്ലാം
അവന്റെ സ്വന്തം പട്ടണമായ ദാമയിൽ ആ അവനെ അടക്കം ചെയ്തിരുന്നു. ഉം ശൗലോ ഉം വെളിച്ചപ്പാടന്മാരെയും ഉം മന്ത്രവാദികളെയും ഉം ദേശത്ത് നിന്ന് നീക്കിക്കളഞ്ഞു. ശൗല് വെളിച്ചപ്പാടത്തികളെയും മന്ത്രവാദികളെയും എല്ലാം ദേശത്ത് നിന്ന്, അത് യഹോവ എതിർക്കുന്ന കാര്യമായതുകൊണ്ട് ആ മനുഷ്യൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളും ദോഷം ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നല്ല കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുവാ? വെളിച്ചപ്പാടത്തികളെയും മന്ത്രവാദികളെയും നീക്കം ചെയ്തു. നീക്കം ചെയ്തെന്ന് പറഞ്ഞാൽ കൊന്നുകളഞ്ഞു. ഓക്കെ, അടുത്തത്. എന്നാൽ ഫെലിസ്ത്യർ ഒന്നിച്ചുകൂടി ശൂനേമിൽ പാളയമിറങ്ങി. ശൂനേമിൽ പാളയമിറങ്ങി. ശൗലും എല്ലാ ഇസ്രായേലിനെയും ആ ഒന്നിച്ചു കൂട്ടി ആ ഗിൽബോവയിൽ പാളയമിറങ്ങി. ഇറങ്ങി. ശൗൽ ഫെലിസ്ത്യരുടെ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ട് അവന്റെ ഹൃദയം ഏറ്റവും വെറുത്തു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ശൗൽ ആരോട് ആദ്യം ചോദിച്ചു? അരുളപ്പാട് യഹോവയോട് ചോദിച്ചു. അപ്പൊ യഹോവ എന്ത് ചെയ്തു? കൊടുത്തില്ല. ശ്രദ്ധിക്കണം, ഈ ഭാഗത്ത് നിർത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. യഹോവയോട് ശൗൽ ചോദിച്ചു, നാളെ എനിക്ക് നടക്കാൻ പോകുന്ന സംഭവത്തെ, നാളെ എൻ്റെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന, നാളെ യുദ്ധത്തിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ എനിക്കൊന്ന് പറഞ്ഞു തരണം, അതിനനുസരിച്ച് എനിക്ക് യുദ്ധകാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ശൗൽ യഹോവയോട് ചോദിച്ചു. യഹോവ ശൗലിനോട് എതിർത്ത് നിൽക്കുന്നത് കൊണ്ട്, അങ്ങനെ അവിടെ പറയാം, താഴോട്ട് വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. യഹോവ ശൗലിനോട് എതിർത്ത് നിൽക്കുന്നത് കൊണ്ട് ദൈവം ശൗലിന് ഒന്നും അരുളി ചെയ്തില്ല, ഉത്തരം പറഞ്ഞില്ല. ദൈവത്തിന് ഉത്തരം പറയാനുള്ള മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയായിരുന്നു? സ്വപ്നം കൊണ്ടോ, ഊറീം കൊണ്ടോ, പ്രവാചകന്മാരെ കൊണ്ടോ. ദൈവത്തിന് ശൗലിനോട് സംസാരിക്കാനുള്ള മാധ്യമം ഉണ്ടായിട്ടും ദൈവം ഉത്തരം അരുളിയില്ല. ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അടുത്തത് വായിക്കാം. അപ്പോൾ ശൗൽ തന്റെ ഭൃത്യന്മാരോട് എനിക്കൊരു വെളിച്ചപ്പാടത്തെ അന്വേഷിപ്പിൻ. അപ്പം ഞാൻ അവളുടെ അടുക്കൽ ചെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, മുമ്പേ നമ്മൾ വായിച്ച 3 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ശൗൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ തെറ്റാണ് ചെയ്യാൻ പോകുന്നത്. കർത്താവിനോട് ആദ്യം അരുളപ്പാട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ദൈവം ഉത്തരം കൊടുത്തില്ല, ഒന്നിനും കൊടുത്തില്ല. പ്രവാചകന്മാർ അവിടെ ഉണ്ട്, സ്വപ്നക്കാരുണ്ട്, വചനം, ഊറിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവെഴുത്ത്, വചനം, അവരുടെ വചനമുണ്ട്. വചനത്തിൽ കൂടെ പോലും കർത്താവ് ഇടപെട്ടില്ല, ഉത്തരം അരുളിയില്ല. ദൈവം എതിർത്തു നിന്നു. മനസ്സിലാവുന്നുണ്ടോ? അവൻ ചെയ്ത തെറ്റുകൾ കാരണം ദൈവം അവനോട് എതിരായിരുന്നു, എതിർത്തു നിന്നു, ഉത്തരം കൊടുത്തില്ല. പക്ഷേ ഉത്തരം കൊടുക്കാത്തത് കൊണ്ട് അവൻ എങ്ങോട്ട് പോയി? വെളിച്ചപ്പാടത്തിയോട് നാളത്തെ ഭാവി അന്വേഷിക്കാൻ പോകുക. അതെന്താ? ഏറ്റവും വലിയ തെറ്റാ. വെളിച്ചപ്പാടത്തികൾ ലക്ഷണം നോക്കുന്നവർ ശുദ്രക്കാരെ നീക്കം ചെയ്യണം, അവരോട് പോകുന്നവർ അശുദ്ധനാകുന്ന പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അശുദ്ധനാകാനല്ലേ ആര് പോകുന്നത്? ശൗല് പോകുന്നത്. അടുത്തത് വായിക്കേ. ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. ആ അപ്പൊ ഇത് കാര്യങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കാനൊക്കെ ആൾക്കാരുണ്ട്, നമുക്ക് ഇപ്പോഴും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളും അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഓടി വരും. മനസ്സിലാവുന്നുണ്ടോ? അതെല്ലാം സാത്താന്റെ ഒരു പ്രവർത്തനമാണ്. ഓക്കെ, വായിക്കേ. ശൗൽ വേഷം മാറി. അതെന്തിനാ വേഷം മാറി വേറെ വസ്ത്രം ധരിച്ചു പോകുന്നത്? ശൗൽ രാജാവാണല്ലോ. രാജാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചപ്പെടുത്തി അടുത്ത് കൊണ്ടുവരത്തില്ല. കാരണം എല്ലാ വെളിച്ചപ്പെടുത്തികളെയും കൊല്ലുന്ന സ്വഭാവം ഇവനുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ കൊല്ലുമെന്ന് അറിയാവുന്നത് കൊണ്ട് വേഷം മാറിപ്പോവുക. വായിക്കേ. വെളിച്ചപ്പാടാത്മാവ് കൊണ്ട്, ദൈവാത്മാവ് കൊണ്ടല്ല. എങ്ങനെയാ? വെളിച്ചപ്പാടാത്മാവ് കൊണ്ട്, അതായത് പരിശുദ്ധാത്മാവ് കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടല്ല, വെളിച്ചപ്പാടാത്മാവ് കൊണ്ട് നീ എനിക്ക് പ്രശ്നം നോക്കുകയും ഞാൻ പറയുന്നവനെ വരുത്തി തരികയും എന്ന് പറഞ്ഞു. ആ സ്ത്രീ അവനോട് ശൗൽ ചെയ്തിട്ടുള്ളത് നീ അറിയുന്നില്ല. ഇത് ശൗലാണെന്ന് സ്ത്രീക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് പറയുക, നീ അറിയുന്നില്ലേ ഛേദിച്ച് കളയുന്നത്? നീ എന്നെ കൊല്ലിപ്പിക്കാൻ വേണ്ടി വന്നതാണോ? അവനെങ്ങാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കാര്യപ്പോക്കാണ്. യഹോവയാണ് പക്ഷെ യഹോവ വിട്ടിട്ടില്ല പുള്ളിക്കാരൻ. മനസ്സിലാവുന്നുണ്ടോ? യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്യുക. ഞാൻ എന്തോ ചെയ്യുന്നത്? ഞാൻ നിന്റെ അടുത്ത് വന്ന കാര്യം ആരും അറിയത്തില്ല, നിനക്കൊരു ദോഷം വരത്തില്ല. ദോഷം വരുവാണെങ്കിൽ ഞാനല്ലേ ചെയ്യേണ്ടത്, ദൈവമല്ലല്ലോ ചെയ്യുന്നത്, ഞാനല്ലേ ചെയ്യുന്നത്. അപ്പൊ ശൗല് പറയുവാണ് യഹോവയാണ്. അപ്പം ദൈവത്തെ വിട്ടിട്ടില്ല, അവൻ ദൈവത്തോട് കൂടെ ഇരുന്നു കൊണ്ട് തന്നെയാണ് വെളിച്ചപ്പാടത്തിരുന്ന് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദൈവത്തിൽ നിലനിൽക്കുന്നവൻ അശുദ്ധനാകിക്കൊണ്ടിരിക്കുമ്പോഴും പറയുകയാണ് ഞാൻ ദൈവത്തിലാണ് നിൽക്കുന്നതെന്ന്, ദൈവത്തിലാണ് സത്യം ചെയ്യുന്നതെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവനെ സാത്താൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാ സാത്താന്റെ വേഷങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നത്? നമ്മുടെ ക്ലാസിന്റെ ആകെത്തുക എന്താ? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവിൻ, തന്ത്രങ്ങളെ മനസ്സിലാക്കുക. ഞാൻ ആരെ വരുത്തി തരേണ്ടു എന്ന് സ്ത്രീ ചോദിച്ചതിന് ശമൂവേലിനെ വരുത്തി തരണമെന്ന്
അവൻ പറഞ്ഞു. എന്നിട്ടോ സ്ത്രീ ശമൂവേലിനെ കണ്ടപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചു. അവിടെ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഒരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്ത് വായിക്കേ. ശൗലിനോട് നീ എന്നെ ചതിച്ചതെന്ത്? നീ ശൗലാകുന്നല്ലോ എന്ന് പറഞ്ഞു. അവൾക്ക് പെട്ടെന്ന് മനസ്സിലാകുക ഇത് ശൗലാണ് വന്നതെന്ന് മനസ്സിലാകുകയാണ്. ഓക്കെ. ഭയപ്പെടേണ്ട, നീ കാണുന്ന എന്ത് എന്ന് ചോദിച്ചതിന് ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നതായിട്ട് ഞാൻ കാണുന്നുവെന്ന് സ്ത്രീ പറയുകയാണ്. അപ്പൊ എവിടുന്ന് കയറി വരുന്നു? ഭൂമിയിൽ നിന്ന് കയറി വരുന്നു. എന്നെ ചിന്തിപ്പിച്ചത് ശൗലാണെങ്കിൽ ഭൂമിയിൽ നിന്നല്ല കയറി വരിക, അവൻ സ്വർഗത്തിൽ നിന്നാണ് വരേണ്ടത്. അടുത്തത് അവൻ അവളോട് രൂപം എന്തെന്ന് ചോദിച്ചതിന് അവൾ ഒരു വൃത്തം കയറി വരുന്നു, അവനൊരു അങ്കിയും ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ അത് ശമൂവേലാണെന്ന് ആരങ്ങ് വിശ്വസിക്കുക? ശൗൽ അങ്ങ് വിശ്വസിക്കുക, സാഷ്ടാംഗം വീണങ്ങ് നമസ്കരിക്കുക. ഇത് ശൗലാണെന്ന് പറഞ്ഞ് അങ്ങ് തീരുമാനിക്കാൻ തുടങ്ങി. ആര്? സ്ത്രീ പറഞ്ഞത് എന്താ? ഭൂമിയിൽ നിന്ന് ഒരു ദേവനെ പോലെ ഒരുത്തൻ കയറി വരുന്നു, അത് ശമൂവേലാണെന്ന് പറയുകയാണ്. അപ്പം ഇവൻ എന്താ ചെയ്യുന്നത്? സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അടുത്തത് ഇവിടെ പറയാം, ശ്രദ്ധിക്കുക. ശമൂവേൽ ശൗലിനോട് നീ എന്നെ വിളിച്ചത്. ശ്രദ്ധിക്കണം, ഇവിടെ മുതൽ വളരെ ശ്രദ്ധിച്ചേക്കണം. ശമൂവേൽ ശൗലിനോട്. ഇപ്പൊ സംസാരിക്കുന്ന ആരാ? നമ്മുടെ ചിന്തയിൽ ആരാ സംസാരിക്കുന്നത്? ശമൂവേലാണ്. ഇത് തന്നെയാണ് ശൗലും ചിന്തിച്ചിരിക്കുന്നത്. ശമൂവേലാണ് സംസാരിക്കുന്നത്. വായിച്ചോ. ശൗലിനോട് നീ എന്നെ വിളിച്ചതിനാൽ വചനം മൊത്തം അറിയാവുന്നവനാ പിശാച്. അവൻ അറിയാം ഇവനെ ഈ ശമൂവേൽ വരുവാണെങ്കിൽ എവിടെ നിന്നാ വരേണ്ടത്? വിശ്രാമ സ്ഥലത്താണ് വിശുദ്ധന്മാര്, സ്വസ്ഥതയിലാണ് അവർ പ്രവേശിച്ചിരിക്കുന്നത്. ഈ സ്വസ്ഥതയിൽ നിന്നും ആമേൻ വരണമെന്ന് തന്നെ തെളിയിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അതിന് പിശാചിന്റെ അടുത്ത അടവാണ് പറയുന്നത്. വെളിച്ചപ്പാടത്തിയുടെ ആത്മാവാ പറയുന്നത്. നേരത്തെ പറഞ്ഞു പരിശുദ്ധാത്മാവല്ല പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം, ഏതാത്മാവ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വെളിച്ചപ്പാടത്തിന്റെ ആത്മാവാ പറയുന്നത്. ദൈവം ഓൾറെഡി ഉത്തരം കൊടുക്കാത്ത കേസാ ഇത്. ഇപ്പൊ ആരാ ഉത്തരം കൊടുത്തോണ്ടിരിക്കുന്നത്? വെളിച്ചപ്പാടത്തിയുടെ ആത്മാവാണ് പറയുന്നത്. അപ്പൊ ദൈവം വിട്ടു മാറിയെടുത്ത് ദൈവത്തിന്റെ അനുവാദമില്ലാതെ ശമൂവേൽ വരുവോ? വരത്തില്ലല്ലോ. ദൈവം എന്നെ വെറുത്തിരിക്കുന്നു എന്ന് ആര് പറയുക? ശൗല് പറയുക. അപ്പം ദൈവം വെറുത്തിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ അനുവാദമില്ലാതെ ശമൂവേൽ വരുവോ? വരത്തില്ല. പ്രവാചകന്മാരെ കൊണ്ടാകട്ടെ, സ്വപ്നം കൊണ്ടാകട്ടെ, ദൈവത്തിന്റെ ഭൂമിയിലുള്ള ഒരൊറ്റ മാധ്യമങ്ങളെ കൊണ്ടും ദൈവം മറുപടി കൊടുത്തില്ല ശൗലിന്. പിന്നെ ദൈവം എങ്ങനെയാണ് ദൈവം വെറുക്കുന്ന വെളിച്ചപ്പാടത്തിൽ കൂടെ തന്നെ, വെളിച്ചപ്പാടത്തിയുടെ ആത്മാവിൽ കൂടെ തന്നെ ശമൂവേലിനെ വിടുന്നത്? നീ എന്തിന് എന്നോട് ചോദിക്കുന്നു? യഹോവ എന്നെ കൊണ്ട് പറയിച്ചതുപോലെ അവൻ നിന്നോട് ചെയ്തിരിക്കുന്നു. എന്ത് പറയാം? യഹോവ എന്നെ കൊണ്ട് പറയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയുന്ന കാര്യമല്ല പറയുന്നത്. ഇവനോടെ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ ശമൂവേലിനെ കൊണ്ട് പറയിപ്പിച്ചതുപോലെ അവൻ നിന്നോട് ചെയ്തിരിക്കുന്നു. ശമൂവേൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണോ ശൗലിനോട് പറഞ്ഞിരിക്കുന്നത് അതല്ല ഇപ്പൊ ശൗൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പറിച്ചെടുത്ത് കൊടുത്തിരിക്കുന്നു. കേട്ടില്ല, നടത്തിയതുമില്ല, ചെയ്തിരിക്കുന്നു. അപ്പം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെളിച്ചപ്പാടത്തിയുടെ ആത്മാവിനാൽ വെളിച്ചപ്പാടത്തിയുടെ ഭൂതമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഭൂതത്തിനും പ്രവചിക്കാം, ഭൂതത്തിനും ഈ പറയുന്ന പോലെ ചിന്തിപ്പിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴും ചോദിച്ചു ശമൂവേൽ വന്നിട്ടുണ്ടോ എന്നുള്ള ചിന്ത എപ്പോഴും കിടക്കുക. നിങ്ങളുടെ അതിനകത്ത് കിടക്കുന്നുണ്ട്. എങ്ങനെയാ ശമൂവേൽ അവിടെ എത്തിയെന്ന്? അത് ശമൂവേൽ അല്ലെന്ന് ഞാൻ തെളിയിക്കാം. ശമൂവേൽ അവിടെ എത്തിയിട്ടില്ലെന്ന് ഞാൻ പറയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഒന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ അനുവാദമില്ലാത്ത ഒരു ഏർപ്പാടിലേക്ക് ശമൂവേൽ എന്ന് പറയുന്ന ദൈവഭക്തൻ ഏത് വിശ്രാമ സ്ഥലത്താണെങ്കിലും വരത്തില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഈ വെളിച്ചപ്പാടത്തി പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിനാലല്ല, വെളിച്ചപ്പാടത്തിയുടെ ആത്മാവിനാലാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ട്. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ ഈ സമയം ആലോചന ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയം ശൗൽ ഓരോ നിമിഷവും അശുദ്ധനായിക്കൊണ്ടിരിക്കുകയാണ്. അശുദ്ധി ഉള്ളിടത്ത് എന്റെ ദൈവം വരത്തില്ല, വിശുദ്ധനും വരത്തില്ല. അപ്പൊ വന്നിരിക്കുന്ന ഒരു ബ്ലാക്ക് മാജിക് അവിടെ നടന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അന്ന് മുതലേ ഉണ്ട് ഈ ബ്ലാക്ക് മാജിക്, അന്ന് മുതലേ ഉണ്ട് ഈ കൺകെട്ട്,
അന്ന് മുതലേ ഉണ്ട് സാത്താന് ഈ ബ്രെയിനെ മാറ്റിമറിക്കുന്ന സ്വഭാവങ്ങൾ. ഹല്ലേലൂയ. അവിടെ അത് നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, ഏലിയാവ് ഇപ്പോൾ മരിച്ചാൽ മതി എന്ന് പറഞ്ഞ ചൂരച്ചെടിയുടെ തണലും കീഴിൽ കിടക്കുമ്പോൾ വിശന്ന് പട്ടിണിയാ ദേശം മൊത്തം, ക്ഷാമമാ ദേശം മൊത്തം. മരിച്ചാൽ മതി എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുമ്പോൾ ആരാ ഏലിയാവിന് ഫുഡ് കൊണ്ടുകൊടുത്തത്? ആരാ കൊണ്ടുകൊടുത്തത്? നോ 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 ചൂരച്ചെടിയുടെ കീഴിൽ യഹോവയുടെ ദൂതൻ അപ്പവും കനലടയും കൊണ്ടുകൊടുത്തു. എന്തുകൊണ്ട് ശൗൽ എന്ന് പറയുന്ന വ്യക്തി 3 ദിവസം ഭക്ഷണം കഴിക്കാതെ കിടന്നപ്പം അവിടെ ദൂതൻ ഇറങ്ങി വന്ന് കൊടുത്തില്ല? ശമൂവേലിനെ ഇറക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിന്റെ ഒരു ദൂതൻ ഇറക്കി അവന്റെ വിശപ്പ് മാറ്റിക്കൂടായിരുന്നു? കൊടുത്തില്ല. ആരാ കൊണ്ടു കൊടുത്തത്? വെളിച്ചപ്പാടത്തി. അപ്പോൾ ആ സ്ത്രീ അടുക്ക വന്നു. ആ ആകയാൽ കേൾക്കണം, വെക്കട്ടെ. ആ എന്ന് പറഞ്ഞു. ഓക്കെ, അവിടെ ഈ സ്ത്രീ അവിടെ അപ്പം കൊടുത്ത് പോഷിപ്പിച്ച് പെട്ടെന്ന് അവിടുത്തെ പുള്ളിക്കാരുടെ വീട്ടിലെ തടുത്ത് കൊഴുത്ത ഒരു പശുവുണ്ട്. പശുവിനെ പോയി അറത്ത് മുറിച്ച് അതിൻ്റെ പാകമാക്കി ഇറച്ചി കൊടുത്ത് പുളിപ്പില്ലാത്ത അപ്പവും കൊടുത്ത് അവനെ വിടുകയാണ് അവിടുന്ന്. മനസ്സിലാവുന്നുണ്ടോ? വിടുകയാണ്. അപ്പൊ ഈ പറയുന്ന കാര്യം, ഇത് ശമൂവേൽ അല്ല വന്നിരിക്കുന്നത്, ഇത് ഒരു ബ്ലാക്ക് മാജിക് ആണ് അവിടെ നടന്നിരിക്കുന്നത്. ഇപ്പോഴും ഇതുപോലെ ബ്ലാക്ക് മാജിക് നടക്കുന്നുണ്ട്. അതാണ് ഈ ഓജോ ബോർഡൊക്കെ പറഞ്ഞ ആത്മാവിനെ വരുത്തുന്നത് പറയുന്നില്ലേ? ആത്മാവിന് വരാൻ പറ്റത്തില്ല, ഞാൻ തെളിയിക്കാം. അവിടെ ദുർജനം ഉപദ്രവിക്കാതിരിക്കുന്നു. അവിടെ ക്ഷീണിച്ചു പോയവർ വിശ്രമിക്കുന്നു. അവർ വിശ്രമിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നേരത്തെ പറഞ്ഞത്, എന്റെ സ്വസ്ഥതയിൽ നീ എനിക്ക് ഇടർച്ച വരുത്തിയല്ലോ എന്ന് ശമൂവേലാണെന്ന് പറഞ്ഞ് കന്നു വന്നിരിക്കുന്ന പൈശാചിക ശക്തി പറയുകയാണ് എന്റെ സ്വസ്ഥതയിൽ. ഇതെല്ലാം വചനം നമ്മളെക്കാട്ടിലും നന്നായിട്ട് പിശാചിനറിയാം. മനസ്സിലാവുന്നുണ്ടോ? എവിടെ വെച്ച് കോട്ട് ചെയ്യണമെന്ന് പിശാചിന് വ്യക്തമായിട്ട് അറിയാം. നമുക്കാണ് ഇപ്പോഴും വചനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ എൻസൈക്ലോപീഡിയ ഒക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. പിശാചിന് അതിന്റെ ആവശ്യമൊന്നുമില്ല. അവൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഏതെല്ലാം സ്ഥലത്താണ് ഇത് കിടക്കുന്നതെന്ന് അവൻ വ്യക്തമായിട്ട് എടുത്ത് ഉപയോഗിക്കേണ്ട സ്ഥലത്ത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആട്ടും തോലിട്ട ചെന്നായികളെ സൂക്ഷിച്ചു കൊള്ളുവിനെന്ന്. സ്തോത്രം. അവൻ വചനം പറഞ്ഞ് അകത്ത് കയറുക, വചനം പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, വചനം പറഞ്ഞ് ആക്ഷേപിക്കുക, വചനം പറഞ്ഞാണ് കൊന്നുകളയുക. സ്തോത്രം. ഹല്ലേലൂയ. ഇനി മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയാം. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവൻ മുമ്പേ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും. അപ്പൊ അവർ ഉറങ്ങുകയാ, അവർ നിദ്രയിലാണ്. അവരെ ഒരു ശക്തിക്കും വിളിച്ചുകൊണ്ട് വന്ന് കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? അവരെ ഒരു ശക്തിയും വിളിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. എപ്പോഴാ വരുന്നത്? അവൻ ആകാശ മേഘങ്ങളിൽ കർത്താവ് വെളിപ്പെടുമ്പോൾ ആര്? ഈ മുമ്പേ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. അവർ വിശ്രമിക്കുകയാ. ആമേൻ. അതിലൊരു വിശുദ്ധന ഈ പറയുന്ന ശമൂവേല്. ആമേൻ. ശമൂവേലിനെ വിളിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല ഒരു മന്ത്രവാദിക്കും. സ്തോത്രം. അവിടെ നടന്നത് ബ്ലാക്ക് മാജിക് ആണ്. അവിടെ നടന്നത് പൈശാചിക പ്രവൃത്തിയാണ്. ഞാൻ വീണ്ടും പറയാം. സ്തോത്രം. സ്ഥലമൊന്നും എടുത്ത് ഞാൻ പറയുന്നില്ല. പ്രത്യേക സ്ഥലങ്ങളിൽ അവൻ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരുപാട് വീടുകളുണ്ട്. അതായത് ആ നാട്ടിലെ ആളുകളെല്ലാം ഇപ്പം വിദേശത്താണ്. ഒരുപാട് വിദേശങ്ങളിൽ കുടിയേറി പാർത്തിരിക്കുന്നവരുണ്ട്. അവരുടെ വീടുകൾ അവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് വീടുകൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ, അവൻ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരുപാട് വീടുകൾ ഇങ്ങനെ കിടപ്പുണ്ട്. അതെല്ലാം നോക്കാൻ പറ്റാതെ ദ്രവിച്ചും കാമൻ മുടിഞ്ഞു പോയിരിക്കുന്ന വീടുകളാണ്. ആ സ്ഥലങ്ങളിലെല്ലാം രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടും അവൻ അതുപോലെ തന്നെ ബിസിനസ്സിൽ ഹൈ ലെവൽ ഹൈടെക് ബിസിനസ് നടക്കുന്ന പല മേഖലകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് തകർച്ച കൊടുക്കാനും ഒരാളെ ഇല്ലാതാക്കാനും ഒരാളെ ആക്ഷേപിക്കാനും ഒരു പാർട്ടി ജയിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അവൻ മന്ത്രവാദവും ആഭിചാരവും സംഹാര പൂജയും നടക്കുന്ന മേഖലകളാണ് അവിടെ ഇടങ്ങളിലെല്ലാം. സ്തോത്രം. ഇവിടെ ഒന്നും തെളിവെടുക്കാൻ പോകാൻ പറ്റത്തില്ല. ആത്മാവിൽ ആമൻ സ്തോത്രം കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം പല സ്ഥലങ്ങളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒരു പാർട്ടി ജയിക്കുന്നു, ഒരുത്തൻ ചാവുന്നു, ഒരുത്തൻ കയറുന്നു, ഒരുത്തൻ പോകുന്നു. അവൻ ചില ബിസിനസ് പെട്ടെന്ന് ഇമ്പ്രൂവ് ആയി വരുന്നു, ചിലത് പെട്ടെന്ന് താഴോട്ട് പോകുന്നു. ഇതെല്ലാം നടക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ആഭിചാര പ്രവർത്തികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാ. 1 ദിനവൃത്താന്തം 10-ാം അധ്യായം 13-ാം വാക്യം വായിച്ച്. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം
അപ്പൊ എന്താ ശൗൽ എന്താ ചെയ്തത്? യഹോവയോട് അതിക്രമം ചെയ്ത് ഹേതുവായി യഹോവയുടെ വചനം പ്രമാണിക്കിയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം. വെളിച്ചപ്പാടത്തിയോട് അഭിപ്രായം ചോദിച്ചതിനാൽ, യഹോവയുടെ വചനം പ്രമാണിക്കായകയാലും. മനസ്സിലായോ? യഹോവയുടെ വചനം അവൻ പ്രമാണിച്ചായിരുന്നെങ്കിൽ വെളിച്ചപ്പാട് തീർത്ത് പോകത്തില്ലായിരുന്നു. വെളിച്ചപ്പാടത്തിന്റെ അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ അതേ കാര്യം വീണ്ടും ആവർത്തിച്ച് ചെയ്ത് തന്നെത്താൻ അശുദ്ധനാക്കുകയും വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുകയും വിശുദ്ധന്മാരുടെ ആത്മാക്കളെ ആവഹിച്ചു കൊണ്ടുവരുന്നു എന്ന് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വെളിച്ചപ്പാടത്തി എന്ന് പറഞ്ഞ സ്ത്രീയുടെ അടുത്ത് പോയിട്ട് ആലോചന ഭൂതത്തിന്റെ അടുത്ത് നിന്ന് ചോദിക്കുകയും ചെയ്ത ശൗലിന്റെ അവസാനത്തെ ഗതി എന്തായി? അവനെ ദൈവം ഛേദിച്ചു കളഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഭൂരിഭാഗം ആളുകളും ഈ 1 ശമൂവേൽ 28 അധ്യായം വായിക്കുമ്പോൾ അവരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു വാക്യമായതുകൊണ്ട് തന്നെ ഇത് ഞാൻ എടുത്തു പറയുന്നത്. ഭൂരിഭാഗം ആളുകൾക്കും ഭയങ്കര ആശയക്കുഴപ്പമാ. ശമൂവേൽ വന്നു വെളിച്ചപ്പാട് വിളിച്ചു വരുത്തി, മരിച്ചവര് വീണ്ടും വരും 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 എന്ന കാര്യമാ. ഇതിനെ തിരുത്താനാ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. ശമൂവേൽ വരത്തില്ല, അവൻ വരും. ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം. ഹല്ലേലൂയ. അതുവരെ ശമൂവേൽ വിശ്രാമ സ്ഥലത്താണ്. ഗലാത്യർക്കെതിരെ ലേഖനം 5 അധ്യായം അതിന്റെ 19 മുതൽ 21 വരെ വായിച്ചേ. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഇതെല്ലാം ജഡത്തിന്റെ പ്രവർത്തികളാണ്. ഈ പ്രവർത്തികളിൽ പുളഞ്ഞു രസിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ലോകത്തിലെ മനുഷ്യർ ഭൂരിഭാഗവും ആഭിചാര ക്രിയകൾക്ക് വേണ്ടിയും വെളിച്ചപ്പാട് തീർത്തും ലക്ഷണങ്ങൾ നോക്കാൻ വേണ്ടിയും കടന്നു പോകുന്നത്. നിത്യതയ്ക്ക് വേണ്ടി ആമൻ ഇവിടെ പോകേണ്ട ആവശ്യമില്ല. നിത്യതയ്ക്ക് വേണ്ടി നീ വരേണ്ട മാർഗം ഒന്നേയുള്ളൂ. മുമ്പേ സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ അവൻ മറ്റൊരുത്തനും രക്ഷ പ്രാപിക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല. ശൗല് ദൈവത്തോട് ചോദിക്കാതെ വെളിച്ചപ്പാടത്തിയോട് ചോദിച്ചുകൊണ്ട് രക്ഷപ്പെട്ടോ? ചത്തുപോയില്ലേ? സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഈ മെസ്സേജ് പറയുമ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് പുറത്തുണ്ട്. സ്തോത്രം. അവർക്ക് ഞാൻ ശത്രുവായി മാറും. പക്ഷെ ഞാൻ ദൈവത്തിന് അപ്പോഴും മിത്രമായി മാറുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഓരോ നിന്നയും എന്റെ ക്രെഡിറ്റാ. ഓരോ നിന്നയും ക്രിസ്തുവിൽ എനിക്ക് ക്രെഡിറ്റാ. അതാ മോശ പറഞ്ഞ, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന എനിക്ക് ഏറ്റവും വലിയ ധനമെന്ന് എണ്ണുന്നു. എന്റെ ബാങ്ക് ബാലൻസ് നോക്കുമ്പോൾ എന്റെ അക്കൗണ്ടിൽ ബാലൻസ് കുറവായിരിക്കും. സ്തോത്രം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാ, എതിരു പറയാതെ അവൻ വചനത്തിന് വേണ്ടിയിട്ട് തലോടി പ്രസംഗിക്കാതെ വളരെ ശക്തമായും വ്യക്തമായും ദൈവത്തിന്റെ വചനം ഒരു ശസ്ത്രക്രിയ ദൈവജനത്തിന്റെ ഹൃദയത്തിനകത്ത് ചെയ്യുന്നത് പോലെ ആഴത്തിൽ കുത്തിമുളയ്ക്കുന്ന വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്ക് നിന്ന വന്നാലും അപമാനം വന്നാലും എതിര് വന്നാലും ഞാൻ വിശ്വസിക്കുന്നു എന്റെ നിക്ഷേപം സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. അതുകൊണ്ടാ പറയുന്നത്, പുതിയ നിയമത്തിൽ ദൈവമക്കൾക്ക് ഒരേ ഒരു ആത്മാവിനെ പരിചയമുള്ളൂ. ആ ആത്മാവ് പരിശുദ്ധാത്മാവ്. ആമേൻ. അതാണ് ഹോളി സ്പിരിറ്റ്. അതിനുവേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ച് ആകാംക്ഷയോടെ കാത്തിരുന്നത്. വരും ദിവസങ്ങളിൽ കാത്തിരിപ്പ് യോഗം നടത്തണമെന്ന് അഭിപ്രായങ്ങൾ എനിക്ക് വന്നു. മുഴുരാത്രി പ്രാർത്ഥന നടത്തണമെന്നുള്ള അഭിപ്രായം വന്നു. അതായത് ഓൾ നൈറ്റ് പ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാത്രി മുഴുവനും ഇരുന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന്. എത്ര സന്തോഷം. ഞാൻ അധ്വാനിക്കുന്നത് വെറുതെയായി പോകുന്നില്ലെന്ന് പൗലോസ് പറഞ്ഞതുപോലെ എന്റെ ഹൃദയത്തിന്റെ അകത്ത് ആശ്വാസം കയറി വരികയാ. ആമേൻ. സ്തോത്രം. അധ്വാനിക്കുന്നത് വെറുതെയാകുന്നില്ല. ആമേൻ. പ്രിയപ്പെട്ടവർ ആവശ്യപ്പെടാൻ തുടങ്ങി, ഓൾ നൈറ്റ് പ്രയർ വേണമെന്ന്. ഒരു മന്ത്രവാദിക്ക് ചെയ്യാൻ പറ്റാത്തത്, ഒരു ആഭിചാരകന് ചെയ്യാൻ പറ്റാത്തത്, ഒരു ശുദ്ര പ്രവർത്തികൾക്ക് ചെയ്യാൻ പറ്റാത്തത്, ഒരു കൂടവസ്ത്രത്തിനും ചെയ്യാൻ പറ്റാത്തത്, ഒരു വെളിച്ചപ്പാടത്തേക്കും ചെയ്യാൻ പറ്റാത്തത്, ഒരു ഓൾ നൈറ്റ് പ്രയറിൽ കൂടിയിരിക്കുന്ന സഭയെ കൊണ്ട് എന്റെ ദൈവത്തിന് ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുക. അടുത്തത്, പുതിയ നിയമ വിശ്വാസികളുടെ പ്രത്യേകത ശിക്ഷ ഉടനെ ഇല്ല എന്നുള്ളതാണ്. അതാ വലിയൊരു സന്തോഷം. പുതിയ നിയമ വിശ്വാസികളുടെ പ്രത്യേകത ശിക്ഷ ഉടനെ ഇല്ല. പഴയ നിയമ വിശ്വാസികളുടെ പ്രത്യേകത ശിക്ഷ ഓൺ ദ സ്പോട്ടിൽ കിട്ടും. പുതിയ നിയമങ്ങളിലെ വിശ്വാസികളുടെ പ്രത്യേകത ശിക്ഷ ഉടനടി ഇല്ല. ഉടനടി ഉള്ളത് പരിശുദ്ധാത്മാവിനോട് വ്യാജം സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനടി ദൈവം ശിക്ഷകൾ കൊടുക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഫുഡ് ഫിറ്റിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറയാത്ത ഒരു കാര്യം പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്ന് ഞാൻ പറയത്തില്ല എന്ന് പറയാൻ കാരണം, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് ഇഹലോകത്തിലും സ്വർലോകത്തിലും എൻ്റെ ദൈവം ക്ഷമിക്കാത്ത കേസാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രഥമ പെന്തക്കോസ്തു കുടുംബത്തിന്റെ ആദ്യത്തെ അംഗമായിരുന്ന അനന്യാസും സഫീറയും പരിശുദ്ധാത്മാവിനോടാ വ്യാജം പറഞ്ഞത്, പത്രോസിനോടല്ല വ്യാജം പറഞ്ഞത്. പരിശുദ്ധാത്മാവിനോട് വ്യാജം പറഞ്ഞപ്പോൾ എവിടെ നിന്ന് വ്യാജം പറഞ്ഞു? ഈ ഫുട്പിറ്റിൽ നിൽക്കുന്ന പത്രോസ് ഇങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. കയറി വന്നിരിക്കുന്ന അനന്യാസ് ആമേൻ പരിശുദ്ധാത്മാവിനോട് കള്ളം പറഞ്ഞപ്പോൾ അവിടെ വീണു മരിച്ചു, ആലയത്തിൽ വീണു മരിച്ചു. അവനെ അടക്കിക്കണ്ടു തിരിച്ചു കയറി വന്നപ്പോഴത്തേക്കും ഭാര്യ ഓടി വന്നിട്ട് അതേ നുണ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞപ്പോൾ ഭാര്യയും അവിടെ കിടന്ന് വീണു മരിച്ചു. പത്രോസ് അല്ല മരിപ്പിച്ചത്, പരിശുദ്ധാത്മാവാണ് തൊട്ടത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് വ്യാജം സംസാരിക്കാൻ ഞാനടക്കം ഒരൊറ്റ ദൈവമക്കളും മുതിരരുത്. അത് അപകടമാണ്. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ശിക്ഷ കടുപ്പമേറിയതാ. ഞാൻ പേടിപ്പിക്കുകയല്ല കേട്ടോ. ശിക്ഷിക്കുന്ന ദൈവത്തെ പഠിപ്പിക്കാൻ ഇപ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കും താല്പര്യമില്ല. കാരണം അവൻ സ്നേഹിക്കുകയും ഫ്രണ്ട്ലി ആയി നടക്കുകയും യോയോ യേശുവിനെ, ഫ്രീക്കൻ യേശുവിനെ പരിചയപ്പെടുത്താനാണ് കൂടുതലും ആൾക്കാർക്ക് താല്പര്യം. ഫ്രീക്കൻ യേശുവിനെ പരിചയപ്പെടുത്താനല്ല ഞാനിവിടെ നിൽക്കുന്നത്. കാൽവറിയിൽ ചുടിച്ചോര യൗവനത്തിലെ തുടിപ്പോടെ ഊറ്റിത്തന്ന കരുണാ സമ്പന്നനും സർവശക്തനും ഉടയവനുമായ അഖിലാണ്ടത്തെ നിർമ്മിച്ചവനായ അവൻ ലോക സ്ഥാപനത്തിന് മുമ്പ് എന്നെയും നിന്നെയും പേർ ചൊല്ലി വിളിച്ച അവൻ ശക്തനായ യേശുവിനെ പ്രസംഗിക്കാനാ എന്നെ ദൈവം വിളിച്ചെടുത്തത്. നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചെടുത്തത്. ഹല്ലേലൂയ. നമുക്കൊരൊറ്റ ഫെമിലിയർ സ്പിരിറ്റേ ഉള്ളൂ, ദാറ്റ് ഈസ് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അതിനപ്പുറത്തേക്ക് ഒരു സ്പിരിറ്റ് നമുക്കില്ല. അതിനപ്പുറത്തേക്കുള്ള സകല ആത്മാക്കളും വ്യാജമാണ്. ഹല്ലേലൂയ. അത്തരത്തിലുള്ള ആത്മാക്കളെ തിരിച്ചറിഞ്ഞ് നാം അതിനെ കണ്ടുപിടിച്ച് അതിനെ പുറത്താക്കി കളയുന്ന ഒരു പ്രത്യേക നിയോഗം ദൈവം നമ്മളിലേക്ക് പകർന്നു നൽകി തന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും, നിങ്ങളും ഇരിക്കൊണ്ട് സാക്ഷ്യം പറവിൻ. ശ്രദ്ധിക്കുക, എവിടെ നിന്നാ ഈ ആത്മാവ് വന്നത്? പിതാവിന്റെ അടുത്ത് നിന്ന്. സ്വത്രം. നിനക്കും എനിക്കും അവൻ സ്വതം ഒരു ദുഃഖം വന്നാൽ, ഒരു ഭാരം വന്നാൽ, ഒരു ഒറ്റപ്പെടൽ വന്നാൽ, ഒരു വിഷമം വന്നാൽ, നീ ഒരു ആത്മാവിനെ അന്വേഷിച്ച് പോകണ്ട. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ മുഴങ്കാൽ മടക്കിയിരിക്കുമ്പോൾ സ്വർഗം പിതാവിൽ നിന്ന് അയച്ച് നിന്നോട് സംസാരിക്കുന്ന ഒരു കാര്യസ്ഥൻ അവൻ പരിശുദ്ധാത്മാവിനെ നിനക്ക് അയച്ചു തന്നിട്ടുണ്ട്. അവൻ നിന്നോട് സംസാരിക്കും, അവൻ നിന്നോട് ഇടപെടും, അവൻ നിന്റെ ഹൃദയത്തിൽ ക്രിയകൾ ചെയ്യും. ഓ റിഖവാല ഹാന്തുന രഗശാരഗനസിഹ. താങ്ക് യു ജീസസ്. ജനത്തെ വഴിതെറ്റിച്ചു കളയുന്ന ദുരുപദേശകന്മാര്, ജനത്തെ വഴിതെറ്റിച്ചു കളയുന്ന കള്ളപ്രവാചകന്മാര്, ജനത്തെ വഴിതെറ്റിച്ചു കളയുന്ന ദുഷ്ടസേനകൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഭൂതലം വിട്ട് ഓടിപ്പോകട്ടെ. വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്ന ഫെമിലിയർ സ്പിരിറ്റ് ആയ നമ്മുടെ ഹോളി സ്പിരിറ്റ് നിന്റെ അടുത്തുള്ളപ്പോ നിന്നോട് വെളിച്ചപ്പാട് തീർത്ത് പോയ ആലോചന ചോദിക്കാൻ പറഞ്ഞോ? സ്തോത്രം. നിന്നോട് കൈ നോക്കാൻ പറഞ്ഞോ? സ്തോത്രം. നിന്നോട് ലക്ഷണങ്ങൾ നോക്കാൻ പറഞ്ഞോ? ഇന്ന് പകൽക്കാലം പെന്തക്കോസ്ത് സമൂഹം, ക്രിസ്തീയ സമൂഹമേ, പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയുക, നിന്നോട് വരുവാനുള്ളതിന്റെ ആലോചന വിളിച്ചു പറയുന്ന, പിതാവിൽ നിന്നും അയച്ചു തന്നിരിക്കുന്ന സാക്ഷാൽ ഹോളി സ്പിരിറ്റ് നിന്റെ അടുത്തുള്ളപ്പോ നീ മറ്റു ആത്മാക്കളെ തേടി പോകുന്നത് എത്രയോ വലിയ കൊടിയ പാപമാണ്. എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ
അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും അവിടെ ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്ന് എങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അവൻ അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞു. ഒന്ന്, മരിച്ചവരിൽ നിന്ന് ഒരുത്തനെ എഴുന്നേൽപ്പിച്ച് ദൈവത്തിന് വിടാൻ സാധിക്കാഞ്ഞിട്ടല്ല, അവൻ വിടത്തില്ല, പ്രമാണമില്ല. ഹല്ലേലൂയ. മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് വിടുന്ന പ്രമാണം വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ല. ദൈവം അത് ചെയ്യത്തില്ല. ഹല്ലേലൂയ. അതിന്റെ പുറകിൽ നടക്കുന്ന ബ്ലാക്ക് മാജിക്, അതിന്റെ പുറകിൽ നടക്കുന്ന സൈത്താനിക് വർഷിപ്പ്, അതിന്റെ പുറകിൽ നടക്കുന്ന ആഭിചാര ക്രിയകൾ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്റെ കർത്താവേ, നിന്റെ ജനത്തെ വഴിതെറ്റിച്ച് കളയുന്ന, നിന്റെ ജനത്തെ നശിപ്പിച്ചു കളയുന്ന, നിന്റെ ജനത്തെ മുടിപ്പിച്ചു കളയുന്ന പൈശാചിക പോരുകളെ തിരിച്ചറിയുന്ന ഒരു തിരിച്ചറിവ് ഈ ദൈവജനത്തിന്മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. അപ്പൊ ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്ന് അറിയുന്നു, മരിച്ചവരെ ഒന്നും അറിയുന്നില്ല, പ്രതിഫലവുമില്ല, അവരെ ഓർമ്മ വിട്ടു പോകുന്നുവല്ലോ. സ്തോത്രം. അവർക്ക് ഇപ്പൊ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, അവർ വിശ്രമിക്കുകയാ. എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്തോത്രം, ദൈവം അറിയാതെ ഒന്നും നടക്കത്തില്ല. ദൈവം അറിയാതെ എഴുന്നേൽപ്പിക്കാൻ പറ്റത്തില്ല. ദൈവം അറിയാതെ അവർക്ക് ഭൂമിയിൽ വരാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുവാദമില്ലാതെ മരിച്ചുപോയ ഒരു വിശുദ്ധനും ഭൂമിയിൽ കാലുകുത്താൻ പറ്റത്തില്ല. സ്തോത്രം. ശൗലിന്റെ കാര്യത്തിൽ ദൈവത്തിന്റെ അനുവാദം ഇല്ല എന്ന തെളിവുകളായിരുന്നു നേരത്തെ പറഞ്ഞു തന്നത്. സ്തോത്രം. ദൈവം എതിർക്കുന്ന വെളിച്ചപ്പാടത്തെ എടുത്ത് പോയിട്ട് വെളിച്ചപ്പാടത്തിയുടെ ആത്മാവിനാലാണ് വെളിച്ചപ്പാടത്തിയോട് പറഞ്ഞത്. അത് ദൈവത്തിന്റെ പെർമിഷനോടുകൂടി അല്ല. ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക്. അപ്പൊ എവിടെ ഇപ്പൊ ആത്മാവ് ഇരിക്കുന്നത്? മരിച്ചുപോയവരുടെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നു. സ്തോത്രം. ദൈവത്തിന്റെ അടുത്തിരിക്കുന്ന ആത്മാവ് ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ എങ്ങനെ ഭൂമിയിൽ വരും? അല്ലേ മോനെ? ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ എങ്ങനെ ദൈവത്തിന്റെ അടുത്തിരിക്കുന്ന ആത്മാവ് ഭൂമിയിൽ വെളിച്ചപ്പാടത്തിന്റെ അടുത്ത് വരും? അപ്പൊ നിങ്ങൾ സമ്മതിക്കുന്നോ വെളിച്ചപ്പാടത്തിന്റെ അടുത്ത് വന്നത് ആമൻ യഥാർത്ഥ ശമൂവേലാണെന്ന്? ആമേൻ. സ്തോത്രം. വെളിച്ചപ്പാടത്തിൽ വന്ന യഥാർത്ഥ ശമൂവേലല്ല. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഒരു നഗ്നസത്യം ഞാൻ വിളിച്ചു പറയട്ടെ. ഇന്ന് പെന്തക്കോസ്തു സമൂഹത്തിനകത്ത് ഇതേ ആത്മാക്കളിൽ വലിയ മെഗാ കൺവെൻഷൻ നടത്തി ശുശ്രൂഷിക്കുന്ന വ്യാജ ശുശ്രൂഷകന്മാര് ഉണ്ട് ഉണ്ട് ഉണ്ട്. സ്തോത്രം. അത് ദൈവത്തിന്റെ ആത്മാവിൽ വരുന്ന സംസാരങ്ങളല്ല, അത് എല്ലാം പൈശാചികമായിട്ടുള്ള പഠിപ്പിക്കല്ല. സ്തോത്രം. ആമേൻ. ആമേൻ. ഇത്തരത്തിലുള്ള പഠിപ്പിക്കലുകൾ ഇപ്പോഴും നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് പഠിച്ചു പുറത്തിറങ്ങി വിശുദ്ധ വേദപുസ്തകം എടുത്ത് ആട്ടും തോലിട്ട ചന്നായിക്കളെ പോലെ സഭയ്ക്കകത്ത് കയറിക്കൂടി പണത്തിനു വേണ്ടി പണക്കൊതിയന്മാര് എത്രയോ വിശ്വാസികളെ നശിപ്പിച്ചു കളയുന്നുണ്ടെന്നറിയാമോ? ആമേൻ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ മക്കളെ, ആമേൻ, വഞ്ചിക്കപ്പെട്ടു പോകാതിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട് അവളെ വിട്ടുപോകുവാൻ നാമത്തിൽ എന്ന് പറഞ്ഞു. അപ്പൊ വെളിച്ചപ്പാടത്തിന്റെ അകത്ത് എന്തുവായിരുന്നു? ഭൂതമായിരുന്നു. ഇതേ ഭൂതമാ അപ്പുറത്തുണ്ടായിരുന്ന വെളിച്ചപ്പാടത്തിന്റെ അകത്തും ഉണ്ടായിരുന്നത്. അല്ലാതെ അപ്പുറത്തുണ്ടായിരുന്ന വെളിച്ചപ്പാടത്തിന് അത് പ്രത്യേകിച്ച് വേറെ സാധനം ഉണ്ടായിരുന്നു. ഇതേ ഭൂതമാ പഴയ നിയമത്തിൽ ശൗലിന്റെ അടുത്തുണ്ടായിരുന്ന വെളിച്ചപ്പാടത്തിന്റെ അകത്തും ഉണ്ടായിരുന്നത്. ഈ ഭൂതമാണ് ശമൂവേലായി സംസാരിച്ചത്. സ്തോത്രം. ഈ ഭൂതമാണ്
ശമൂവേലായി സംസാരിച്ചത്. ഇങ്ങനൊരു കൺഫ്യൂഷൻ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാകരുത്. ഈ ഭൂതമാണ് ശമൂവേലായി സംസാരിച്ചത്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കുക, ഇപ്പോഴും ഇതുപോലെ ഭൂതങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട്, തിരിച്ചറിയണം. ആമേൻ. അതുകൊണ്ടാ പറയുന്നത്, ഓരോ വചന ശുശ്രൂഷയും നിങ്ങൾ വ്യക്തമായി തിരിച്ചറിയണം. ഏതാത്മാവിൽ അവർ ശുശ്രൂഷിക്കുന്നുവെന്ന് മനസ്സിലാക്കണം. എന്തായിരിക്കും അവരുടെ ടാർഗറ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവൻ അപ്പുറത്ത് കിടക്കുന്നവന്റെ പോക്കറ്റിലെ പണി അവൻ സ്വന്തം പോക്കറ്റിലേക്ക് അവൻ വീഴുന്നത് കണ്ടുകൊണ്ടാണ് ഒരുത്തൻ ശുശ്രൂഷിക്കുന്നതെങ്കിൽ അവന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ കൃപയല്ല, അത് ഭൂതമാണെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പൊ അവസാനം ഒരു ചോദ്യം നിങ്ങൾ ആരെങ്കിലും ചോദിക്കാനൊരു സാധ്യത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടെ ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. അങ്ങനെയാണെങ്കിൽ പാസ്റ്ററെ, മറുരൂപമലയിലെ യേശു കർത്താവിന്റെ അടുത്ത് മോശയും ഏലിയാവും ഇറങ്ങി വന്നല്ലോ, അതെങ്ങനെ നടക്കും എന്ന് നിങ്ങൾ ചോദിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അതെങ്ങനെ നടക്കും? അവര് മരിച്ചുപോയ വിശുദ്ധന്മാരല്ലേ, അവരെങ്ങനെ ഇറങ്ങി വരും എന്ന ചോദ്യം എന്തായാലും എനിക്ക് പ്രതീക്ഷിക്കാം. സ്തോത്രം. ഞാൻ അതിന് നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, നിനക്കും മോശയ്ക്കും ഏലിയാവും മതി. മോശയ്ക്കും ഏലിയാവിനും യേശുവിനും കൂടെ ഒരു കുടിലുണ്ടാക്കട്ടെ എന്ന്. അപ്പൊ അവിടെ വന്നത് ആരാ? മോശയും ഏലിയാവുമാണെന്ന് അവര് മനസ്സിലാക്കുക. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ മാത്രമേ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഏലിയാവും മോശയുമാണെന്ന് അവിടെ പറയുന്നു. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഏലിയാവും മോശയും അവിടെ വന്നത് ഈ സംഭവം, ഈ പ്രാർത്ഥന യേശു കർത്താവ് മലയിൽ നിന്ന് പ്രാർത്ഥിച്ച് യേശു കർത്താവ് സ്വയം തേജസ്കരിക്കപ്പെടുകയാണ്. എങ്ങനെയാ? യേശു തേജസ്സിലാവുകയാണ്. യേശു എന്ന് പറയുന്ന പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ടുള്ള യേശു കർത്താവ് മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുൾ തേജസ്സാവുകയാണ്, തേജസ്കരിക്കുക. അതായത് ഭയങ്കര സൂര്യപ്രകാശം പോലെയുള്ള വെളിച്ചത്തിൽ യേശുവിനെ വെട്ടിത്തിളങ്ങുകയാണെന്ന് അതിന്റെ അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ തന്നെ മോശയും ഏലിയാവും അവിടെ വന്നു നിൽക്കുകയാണ്. ഈ സംഭവം നടക്കുന്നതിന്റെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ആര് മരിച്ചുപോയി? മോശ മരിച്ചുപോയി. ഈ സംഭവം നടക്കുന്നതിന് ഏറെക്കുറെ 900 വർഷങ്ങൾക്ക് മുമ്പ് ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും മരിച്ചുപോയവരാണ്, രണ്ടുപേരും ഭൂതലത്തിൽ നിന്നും മാറിപ്പോയവരാണ്. ഇവർ അവിടെ വരുന്നതിന്റെ കാര്യം അവിടെ തന്നെ പറയുന്നു. 9:31 പറയുന്നു, നാളെ നടക്കാൻ പോകുന്ന ക്രൂശീകരണത്തെ കുറിച്ച് സംസാരിക്കുവാൻ, യേശുവിനോട് ഡിസ്കസ് ചെയ്യുവാൻ വേണ്ടി ദൈവം വിട്ടുകൊടുത്ത രണ്ടുപേരാണ് ഏലിയാവും മോശയും. ഞാൻ പറഞ്ഞല്ലോ, മരിച്ചുപോയവരുടെ ആത്മാവ് ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? ദൈവത്തിന്റെ അടുത്ത് ഇരിക്കുന്നത്. ദൈവത്തിന്റെ പെർമിഷനോട് കൂടെ ക്രിസ്തുവിന്റെ അടുത്ത് വന്നിരിക്കുന്ന രണ്ടുപേര്. ആമേൻ. സ്തോത്രം. ഇതിനെ നിങ്ങൾക്കും നമുക്കാർക്കും വിളിച്ചു വരുത്താൻ പറ്റത്തില്ല. ദൈവത്തിന്റെ പ്രത്യേക നിയോഗത്തിന് വേണ്ടി മാത്രം ഇറങ്ങി വന്നവരവര്. സ്തോത്രം. ദൈവത്തിന്റെ പ്രത്യേക നിയോഗത്താൽ ഇറങ്ങി വന്നതാ. അത് ഓജോബോർഡ് കളിച്ച് വരുത്താൻ പറ്റുന്നതല്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിന്റെ നിയോഗത്തിന് വേണ്ടി നാളെ ക്രൂശിക്കപ്പെടാൻ പോകുന്ന മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എന്റെ പുത്രൻ ഇതാ തീരുവാൻ പോകുന്നു, അറുക്കപ്പെടാൻ പോകുന്നു, ബലിയാകാൻ പോകുന്നു. അവനെ ബലപ്പെടുത്തുവാൻ, അവനോട് സംസാരിക്കുവാൻ, അവന്റെ രക്തത്തുള്ളിയായി മാറുമ്പോൾ അവനെ ഒന്ന് ബലപ്പെടുത്തുവാൻ മാനുഷിക ശക്തികൾ കൊണ്ട് സാധിക്കത്തില്ലെന്ന് മനസ്സിലാക്കിയ ദൈവത്തിന്റെ പ്രത്യേക നിയോഗത്താൽ ഇറക്കിവിട്ട രണ്ട് വ്യക്തികളാണ് അവര്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ശുശ്രൂഷകൾ ഫെമിലിയർ സ്പിരിറ്റ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നല്ലോ, എന്റെ പപ്പായുടെ വർക്ക്ഷോപ്പിനെ നശിപ്പിക്കാൻ വേണ്ടി മന്ത്രവാദം ചെയ്തിരിക്കുന്ന കേസുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു. അതെല്ലാം ഒരു പ്രത്യേക മന്ത്രവാദിക്ക് ഫെമിലിയർ സ്പിരിറ്റുമായിട്ടുള്ള കോണ്ടാക്ട് ആണ്. അവൻ ആവഹിച്ച് ചിലതിനെ വരുത്തി കഴിഞ്ഞിട്ട് അത് വരുത്തുന്നത് എങ്ങനെയാ? ആത്മാവിനെയല്ല വരുത്തുന്നത്, അതിന്റെ പേരിൽ ഭൂതം വരും, അതിന്റെ പേരിൽ പിശാച് ഇറങ്ങി വരും, പിശാച് വെളിപ്പെടുത്തി കൊടുക്കും. ആ വെളിപ്പാടാണ് ഇവർ പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് നടക്കുന്ന സംഭവങ്ങളാണ്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, അതിനകത്ത് നിങ്ങളെ കുടുക്കിക്കളയുന്ന, സമൂഹത്തെ നശിപ്പിച്ചു കളയുന്ന വലിയ ഒരു പൈശാചിക ശക്തിയാണ് പുറകിൽ വ്യാപരിക്കുന്നതെന്ന് മറന്നു പോകരുത്. യോഗ എന്ന് പറയുന്നത് മൊത്തത്തിൽ എല്ലാ ഇടങ്ങളിലേക്കും പടർന്ന് വ്യാപരിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് യോഗ എന്ന് പറയുമ്പം ശരീരത്തിന് ആരോഗ്യം, മനസ്സിന് സന്തോഷം, ഹൃദയത്തിന് സമാധാനമൊക്കെ നൽകി തരികയെന്ന ഒരു പ്രത്യേക ഒരു എക്സസൈസ് ആയിട്ട് ജനത്തിൻ്റെ ഉള്ളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ് സഥാൻ എന്ന് ഞാൻ പറഞ്ഞു മോനെ.
അത് പ്രാർത്ഥന. യോഗ എന്ന് പറയുമ്പോൾ ഒരു പ്രാർത്ഥനയാണ്. ആമേൻ. ആ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എഴുതിയെടുക്കുക. യോഗാസനങ്ങൾ എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. 330 ദശലക്ഷം ഹിന്ദു ദൈവങ്ങൾക്കുള്ള വഴിപാടുകളാണെന്നാണ് യോഗാസനങ്ങൾ പറയപ്പെടുന്നത്. ഇത് നിങ്ങൾ എവിടെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. 330 ഹിന്ദു ദൈവങ്ങൾക്കുള്ള വഴിപാടുകളാണ് യോഗാസനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ യോഗാസനങ്ങളും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ഹിന്ദു ദൈവങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അന്യ ദൈവങ്ങളെ നിങ്ങൾ വഴിപാട് കൊടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്താ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം? ആമേൻ. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്, അന്യ ദൈവത്തെ ആരാധിക്കരുത്. ആമേൻ. അപ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളെ ആരാധിപ്പിക്കാൻ വേണ്ടിയും ആമേൻ ശത്രുവാകുന്ന സാത്താൻ ആമേൻ ഇത് ഒരു കോമൺ ഐറ്റം ആക്കിയിട്ട് ആമേൻ ഭൂമിയിലേക്ക് ജനങ്ങളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത് ഇപ്പോൾ സകല ദൈവമക്കളുടെയും ഇടയിലകത്ത് വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. യോഗയ്ക്ക് പോകുന്ന ഇഷ്ടം പോലെ ദൈവമക്കളുണ്ട്. സ്തോത്രം. വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ആൾക്കാർ ഒരു പക്ഷേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ തെറി വിളിക്കാൻ സാധ്യതകൾ ഒരുപാടുണ്ട്. എനിക്കത് വിഷ്വൽ കേസല്ല. അല്ല, അതിന്റെ പുറകെ നിന്ന് കഴിഞ്ഞാൽ എന്റെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് വിടും. അതിന്റെ പുറകെ പോകേണ്ടി വരും. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അതിന് തിരിച്ച് മറുപടി കൊടുക്കാനൊന്നും എനിക്ക് സമയമില്ല. പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു അത് പറയുക എന്ന് മാത്രമേ എന്റെ ദൗത്യമുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഇത് പൈശാചികത്തിന്റെ ഒരു തന്ത്രമാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന് തോന്നുന്ന കാര്യമാണ് വേദപുസ്തകത്തിൽ കൂടി ആമേൻ അപ്പോസ്തലന്മാര് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. അധികമായിട്ട് ഒന്ന് സാധനം നിങ്ങൾ എടുത്ത് തലയിൽ വെക്കാൻ പാടില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് ഒരു തർക്കവുമില്ലാതെ നഖശികാന്തം അതിനെ എതിർക്കുന്നവനായിരിക്കണം ഒരു ശുശ്രൂഷകൻ. മനസ്സിലാകുന്നുണ്ടോ? ഒരു ശുശ്രൂഷകൻ മാത്രമല്ല, ഓരോ ദൈവവൈദ്യലും അങ്ങനെ ആയിരിക്കണം. മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ അത് എതിർക്കുന്നവരായി മാറണം. പക്ഷേ മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്ന രീതിയിൽ നിങ്ങളുടെ എതിർപ്പ് ഒരു കാരണവശാലും ആയി തീരരുത് എന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. മനസ്സിലാകുന്നുണ്ടോ? മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്ന രീതിയിൽ, ഒരുവൻ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ നിങ്ങളുടെ ആമേൻ സ്തോത്രം എതിർപ്പായി തീരരുത്. വിനയത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇങ്ങനെ പറയുന്നുണ്ട് പ്രാണായാമം. യോഗയിൽ പറയുന്നുണ്ട് പ്രാണായാമം, ലൈഫ് ഫോഴ്സ് എനർജി, ശ്വസനം ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസ് ആണ്. അത് ചെയ്യുമ്പോൾ ജീവന്റെ ശക്തി നിയന്ത്രിക്കുന്നതിൽ യോഗ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എങ്ങനെ? ജീവന്റെ ശക്തി പ്രാണായാമത്തിൽ കൂടി ജീവന്റെ ശക്തി നിലനിർത്തുവാൻ സാധിക്കുമെന്നാണ് പഠിപ്പിക്കുന്നത്. ആമേൻ. ഞാനൊരു കാര്യം വചനത്തിൽ നിന്ന് കൂടെ നിങ്ങളോട് പറയാം. ജീവന്റെ ശക്തി നിലനിർത്താൻ ഒരു യോഗയ്ക്കും കഴിയത്തില്ല. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ യേശു കർത്താവിന്റെ കരത്തിലാണ്. വചനത്തിന് വിരുദ്ധമായി എത്രത്തോളം ജീവന്റെ ശക്തി നിലനിർത്താൻ വേണ്ടി യോഗാസനങ്ങൾ ചെയ്താലും അത് വചനവിരുദ്ധമാണ്, തെറ്റാണെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. സ്തോത്രം. ഒരു പൈശാചിക വഴിപാടാ. അതായത് നാം അറിയാതെ നമ്മുടെ വീട്ടിലിരുന്ന് കൈയും കാലും മടക്കി അവർ പറയുന്നതനുസരിച്ച് ജീവന് വേണ്ടിയിട്ട് പ്രാണായാമം ചെയ്യുമ്പോൾ ആമേൻ ക്രിസ്തുവിനോടല്ല നിങ്ങൾ അപേക്ഷിക്കുന്നത്. ആ പ്രാർത്ഥന, ആ യോഗ എന്ന് പറയുന്ന പ്രയർ, ആ മെഡിറ്റേഷൻ പോകുന്നത് ആമേൻ 330 അന്യ ദൈവങ്ങൾക്കുള്ള വഴിപാടുകളായി മാറുകയാണ്. സ്തോത്രം. മനസ്സിലാക്കുക. ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്, ലോകത്തിന്റെ അധിപതി പരിശുദ്ധാത്മാവ്, നമ്മുടെ ആത്മാവ് എന്ന ലോകത്തിന്റെ അധിപതി ദുഷ്ടാത്മാവ്. ഈ ദുഷ്ടാത്മാവ് ലോകത്തിലുള്ളവരെ ഇങ്ങനെ വശീകരിച്ച് സെഡ്യൂസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയി പല കുഴപ്പങ്ങളിലും കൊണ്ട് ചാടിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ നോക്കി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ജീവന്റെ ശക്തി നിലനിർത്താൻ ആമേൻ നിയന്ത്രിക്കാൻ ഒരു യോഗയ്ക്കും കഴിയത്തില്ല, ഒരു ആചാരത്തിനും കഴിയത്തില്ല, ഒരു വഴിപാടിനും കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ യേശുവിനെ കുറിച്ച് ഇങ്ങനെ പാടുന്നുണ്ട്, ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, അവനെ നാം ഘോഷിക്കാം, അവനത്രേ എൻ പാപര്, തൻ ജീവനാൽ എന്നെയും വീണ്ട്, അവനത്രേ എൻ പാപര്, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അപ്പൊ ജീവന്റെ ശക്തി നിയന്ത്രിക്കുന്ന യോഗ വചന വിരുദ്ധമാണ്. കാരണം ജീവന്റെ ഉറവിടം ക്രിസ്തുവാ. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ലൈഫ് ഫോഴ്സ് എനർജി എന്ന് പറഞ്ഞ പ്രാണായാമം യോഗയിലുള്ളത് വചന വിരുദ്ധമാണ്. കാരണം ജീവന്റെ ഉറവിടം ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അടുത്തത് യോഗയിൽ മറ്റൊരു സംഭവം, എല്ലാം ഞാൻ എടുത്ത് പറയുന്നില്ല. യോഗ അഡ്വൈസ് ടു എംപ്റ്റി ദ മൈൻഡ്, അല്ലേ?
അതായത് മനസ്സിനെ ശൂന്യമാക്കുവാൻ യോഗ ഉപദേശിക്കുന്നു. മനസ്സിനെ ശൂന്യമാക്കുവാൻ യോഗ ഉപദേശിക്കുന്നു. സ്തോത്രം. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഹല്ലേലൂയ. മനസ്സിനെ ശൂന്യമാക്കാനല്ല വേദപുസ്തകം പറയുന്നത്, മനസ്സിനെ പുതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഫിൽ ചെയ്യുക. ആമേൻ. റിന്യൂ ചെയ്യുക, റീഫിൽ ചെയ്യുക. നിന്റെ മനസ്സിനെ ശൂന്യമാക്കാനല്ല, എംപ്റ്റി ആക്കാനല്ല വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, അതിനെ റീഫിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമെ കൊള്ളരുതാത്തതിനെ എടുത്തു കളഞ്ഞ് നല്ലതിനെ വീണ്ടും റീഫിൽ ചെയ്യുക. നമ്മുടെ വീട്ടിലെ വെള്ളം നമ്മൾ വാട്ടർ പ്യൂരിഫൈ ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ ഓരോ ദിവസവും വെള്ളം മാറ്റി ഒഴിക്കുന്നത് പോലെ മനസ്സിനെ പുതുക്കുക, റീഫിൽ ചെയ്യുക. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ യോഗയ്ക്കകത്ത് ആമേൻ എംപ്റ്റി ദ മൈൻഡ് എന്ന് പറയുന്ന ആ ഒരു സംഭവം വചന വിരുദ്ധമാണ്. ആ വഴിപാട് മറ്റുള്ള ദൈവങ്ങൾക്ക് പോകുകയാണ്. സ്തോത്രം. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞു സാറമ്മൾക്ക് വന്നിട്ടുണ്ടെന്ന് യോഗ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ വിട്ടില്ല. കാരണം അന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് അറിവുള്ളത് കൊണ്ടല്ല വിടാഞ്ഞത്. എന്തോ ചെറിയ അറിവുണ്ടായിരുന്നു, യോഗ നമ്മുടേതല്ലാന്ന് മാത്രം ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ഇതിനെക്കുറിച്ച് വലിയ അറിവ് എനിക്ക് ഉണ്ടായിരുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇനിയും ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു വരുമ്പോഴാണ് ഉപേക്ഷിച്ച് വരിക. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ എന്നുള്ള കാര്യം കർത്താവ് പഠിപ്പിക്കുമ്പോഴേ അറിയത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് വിട്ടുപോകുക. പക്ഷെ ചില വ്യക്തികൾ എങ്ങനെ അറിയോ, എത്ര കർത്താവ് പഠിച്ചു തന്നാലും വിടാനുള്ള മനസ്സില്ല. കാരണം ആമേൻ സ്വതം യേശു കർത്താവ് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. നിനക്ക് വിടാൻ മനസ്സുണ്ടോ? നിനക്ക് ഉപേക്ഷിക്കാൻ മനസ്സുണ്ടോ? നിനക്ക് ചിലതിനെ റിജക്റ്റ് ചെയ്യുവാൻ മനസ്സുണ്ടോ? നിനക്ക് ചിലതിനെ ഹല്ലേലൂയ തള്ളിപ്പറയുവാൻ മനസ്സുണ്ടോ? ആർക്കു വേണ്ടി? എന്റെ നാമത്തിനു വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി തള്ളിപ്പറയുവാൻ, ക്രിസ്തുവിന് വേണ്ടി ഉപേക്ഷിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി വേണ്ടെന്ന് വെക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പം ഇവിടെ പറയുന്ന യോഗ നിർബന്ധമായിട്ടും ഒരു ദൈവപൈതൽ നിർത്തലാക്കി ഇരിക്കണം. ഷുഡ് യു സ്റ്റോപ്പ് ഡൂയിങ് യോഗ ചോദിക്കുകയാണെങ്കിൽ യെസ് എന്ന് നിങ്ങൾ പറയണം. അത് നിർത്തണം. മനസ്സിലാവുന്നുണ്ടോ? അത് ദൈവത്താൽ ഉള്ളതല്ല, അത് മറ്റു മതങ്ങളുടെ ദൈവത്തിനുള്ള വഴിപാടുകളാണ്. എങ്കിലും ചില ആളുകൾ ആമേൻ സ്തോത്രം അത് അങ്ങനെയല്ലെന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും ചെയ്യുന്നവരുണ്ട്. സ്തോത്രം. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. സം പീപ്പിൾ സിംപ്ലി എൻജോയ്, ആ ഒരു യോഗയിലോട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം അവർക്കത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു എൻജോയ്മെൻ്റ് ആണ്. എൻ്റെ ശരീരത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ മൈൻഡിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ബോഡി നീളാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ആ ഒരു ഒരു പ്രത്യേക ഒരു എനർജി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ കർത്താവിനെ തന്നെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. ലിസൺ ടു മീ ഹിയർ പ്ലീസ്. ഞാൻ എൻ്റെ കർത്താവിനെ തന്നെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ യോഗ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഇപ്പം പാസ്റ്റർ പറഞ്ഞ പോലെ 330 ദൈവങ്ങൾക്കുള്ള വഴിപാടാണെങ്കിലും ഞാൻ അതൊന്നും മൈൻഡിൽ വെച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ എക്സസൈസിന് വേണ്ടിയാണ് ചെയ്യുന്നത്, അതിനുവേണ്ടിയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇതിനു വേണ്ടിയിട്ടൊന്നും അല്ല. അപ്പം എൻ്റെ കർത്താവിന് അറിയാലോ, ഞാൻ അവരുടെ ദൈവത്തെ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ എക്സസൈസിന് വേണ്ടി കോമൺ ആയതുകൊണ്ട് മാത്രം ഞാൻ അങ്ങ് ചെയ്യുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നേരത്തെ ശൗൽ പറയുന്ന സെയിം കാര്യം തന്നെ, യഹോവയാണ് ഞാൻ സത്യം ചെയ്യുന്നു, വെളിച്ചപ്പാടത്തിൽ നീ പറയുന്ന കാര്യങ്ങൾ ഞാൻ ആരോടും പറയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് യഹോവയുണ്ട്, ദൈവത്തെ സത്യമുണ്ട്, ഓർമ്മയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വെളിച്ചപ്പാടത്തിൽ എടുത്ത് പോകുകയും ചെയ്യും. ഇതേ സംഭവം. അവന്റെ അവസാനം എന്തുവായി? തീർന്നു. അവന്റെ അവസാനം എന്തായി? തീർന്നു. അങ്ങനെ സിംപിളി ആയിട്ട് ഈ കാര്യം ചെയ്യാമെന്ന് ഒരു ദൈവവൈദ്യം വിചാരിക്കേണ്ട. നടക്കത്തില്ല. തെറ്റ് തന്നെയാണ്. ഹല്ലേലൂയ. തെറ്റ് തന്നെയാണ്. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ, ഇതുകൊണ്ടാണ് ചില യൗവനക്കാർക്ക് നിങ്ങളെല്ലാം പറയുന്നത് സ്തോത്രം പുറത്തു പോകുന്നതല്ലേ. അതുകൊണ്ട് ഞാൻ പറയുകയാണ് സ്തോത്രം, ഒരുപാട് യൗവനക്കാർക്ക് എന്നെ ഇഷ്ടപ്പെടത്തില്ല. കാരണം അവർക്ക് സ്തോത്രം ഫ്രീക്കൻ യേശുവിനെ ഇഷ്ടം, ഫ്രീക്കൻ പാസ്റ്റേഴ്സിനെ ഇഷ്ടം. സ്തോത്രം. ഹല്ലേലൂയ. ഞാനൊരു ഫ്രീക്കൻ അല്ലാത്തതിന്റെ കാരണം എന്റെ യേശു കർത്താവ് ഫ്രീക്കൻ അല്ലായിരുന്നു. സ്തോത്രം. ഒരു ഫ്രീക്കനും രക്തം കൊടുക്കത്തില്ല. അവൻ ഒരു ഫ്രീക്കനും ഹല്ലേലൂയ ലോകത്തിന്റെ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി രക്തം കൊടുക്കത്തില്ല. അവൻ സ്വാർത്ഥനാണ്. ഹല്ലേലൂയ. സ്വാർത്ഥത മാത്രമേ അവർക്കുള്ളൂ. എന്നാൽ ഇത് പകൽക്കാലം സ്തോത്രം നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, എന്റെ യേശു അവൻ ആരിലും വലിയവൻ. ഹല്ലേലൂയ. നിങ്ങളുടെ അടുത്തത് അറിവിനുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിന് ഇരിക്കുന്നത് ഒരുത്തൻ കണ്ടാൽ ബലഹീനനെങ്കിൽ അവന്റെ മനസാക്ഷി വിഗ്രഹാർപ്പണങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറയ്ക്കുകയില്ലയോ? മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ സഭ ഞാനൊരു എക്സാമ്പിൾ ആക്കി എടുക്കുകയാണ്. ഈ സഭയ്ക്കകത്ത് ആത്മീകമായി സ്പിരിച്വലി പക്വത പ്രാപിച്ചവരുണ്ട്, സ്പിരിച്വലി വളർന്നു വരുന്നവരുണ്ട്, ശൈശവ പ്രായത്തിൽ നിൽക്കുന്നവരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ?
അതുപോലെ തന്നെ ഇപ്പം പാസ്റ്റർ എന്ന് പറയുന്ന, ഞാൻ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ നിഗളിക്കാൻ വേണ്ടി പറയുന്നതല്ല, അഹങ്കരിക്കാൻ വേണ്ടി പറയുന്നതല്ല. സ്തോത്രം. ഒരു പ്രത്യേക ഈ കാലഘട്ടത്തിലെ ദൗത്യ ഒരു പരിപാടി കൂടിയാണ് പാസ്റ്റർ ഓർഡിനേഷൻ കിട്ടി പുറത്തു വരിക. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതും പാസ്റ്ററായിട്ട് ഒരുപാട് പേര് ഉണ്ട്. പാസ്റ്ററെ പാസ്റ്ററാക്കുന്നത് സഭയല്ല, ദൈവമാണ്. മനസ്സിലാകുന്നുണ്ടോ? കാരണം പാസ്റ്റർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ചർച്ചിന്റെ അംബാസിഡർ എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ പ്രതിനിധി എന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഒരു സഭയുടെ പ്രതിനിധി, ചർച്ചിന്റെ അംബാസിഡർ ആയിരിക്കുന്ന പാസ്റ്റർ, ആമേൻ, നിങ്ങളോട് വചനം സംസാരിച്ചുകൊണ്ടിരിക്കുകയും നിങ്ങളോട് തന്നെ പറയാണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല, അവർ വിളിക്കുന്ന അവരുടെ ക്ഷേത്രത്തിൽ പോയിട്ട് അതിനിപ്പോൾ എന്താ കുഴപ്പം, കല്യാണം അവിടെ വെച്ച് നടത്തിയത് കൊണ്ട് നമ്മൾ എന്നാ ചെയ്യാനാണ്, നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചേ പറ്റത്തുള്ളൂ, അപ്പം നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് ഞാൻ പോയി ഫുഡ് കഴിക്കുമ്പോൾ ബലഹീനരായ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അതിൽ ഉറയ്ക്കും. പാസ്റ്റർ ചെയ്ത് കാണിച്ചില്ല, പിന്നെ ഇപ്പം എന്താ ഞങ്ങൾക്ക് ചെയ്താൽ ശരിയാണല്ലോ, പാസ്റ്റർ പറഞ്ഞ് കറക്റ്റാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനകത്ത് ഉറയ്ക്കും. അതവിടെ വായിച്ചത്. അറിവുള്ളവനായി നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിലിരിക്കുന്നത് ഒരുത്തൻ കണ്ടാൽ ബലഹീനനെങ്കിൽ അവന്റെ മനസാക്ഷി വിഗ്രഹാർപ്പണങ്ങൾ തിങ്ങുവാൻ തക്കവണ്ണം ഉറക്കുകയില്ലയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബലഹീനരായ പഠിച്ചു വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ പുള്ളിക്ക് നല്ല അറിവുണ്ടല്ലോ, വചനമൊക്കെ നല്ലപോലെ പറയുന്നതാണല്ലോ, ഈ പുള്ളി അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാമെന്ന് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ് സ്വയമായിട്ട് മനസ്സിൽ അങ്ങ് ഉറപ്പിക്കും. അങ്ങനെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങളിൽ നിന്നും ശുശ്രൂഷ എന്ന പദവിയിലോട്ട് എത്തിയപ്പോൾ ഞാൻ വേറിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളോട് ആരോടും ഒരു പരിഭവം ഉണ്ടായത് കൊണ്ടല്ല ഞാൻ സ്ട്രിക്റ്റ് ആകുന്നത്. സ്തോത്രം. വചനം പഠിച്ചു വരുമ്പോൾ ഒരു യഥാർത്ഥ ദൈവ പൈതൽ അപ്പോസ്തലനായ പൗലോസിനെ പോലെ, പത്രോസിനെ പോലെ, ദൈവഭക്തന്മാരെ പോലെ സ്ട്രിക്റ്റായി വരും. അവൻ വീണ്ടും വളഞ്ഞൊടിഞ്ഞ് ശങ്കരൻ പിന്നെ തെന്നിത്തന്നെ എന്ന് പറഞ്ഞ അവസ്ഥയിലോട്ട് പോകത്തില്ല. വചനം പഠിക്കുന്നതനുസരിച്ച് ഇവൻ വേണ്ടെന്ന് വെച്ചുകൊണ്ടിരിക്കും പലതിനെയും. അവൻ ഞാൻ സ്ട്രിക്റ്റ് ആകുന്നത് അതുകൊണ്ടാ. അവൻ കുറച്ചു പേര് എന്നോട് ചോദിച്ചായിരുന്നു, എന്തിനാ ഇത്ര സ്ട്രിക്റ്റ് ആകുന്നതെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. എന്തിനാ ഇത്രയും സീരിയസ് ആകുന്നേ പാസ്റ്റർ എന്ന് ചോദിച്ചായിരുന്നു. സ്തോത്രം. ഞാൻ സീരിയസ് ആകുന്നതിന്റെയും സ്ട്രിക്റ്റ് ആകുന്നതിന്റെയും കാര്യം, ഞാൻ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ വന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വചനത്തിൽ ബലഹീനരായി ഇരിക്കുന്നവർ അവൻ അറിവുള്ളവനായ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് അത് വീണ്ടും ചെയ്യാൻ വേണ്ടി ഉറയ്ക്കും. സ്തോത്രം. അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ എനിക്ക് നിങ്ങളോട് ആരോട് ഒരു ദേഷ്യവുമില്ല, ഒരു വൈരാഗ്യവുമില്ല. അങ്ങനെ വൈരാഗ്യം വെച്ച് സഭയെ ശുശ്രൂഷിക്കാൻ പറ്റത്തില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ദൈവവും പിശാചും ഞങ്ങളിൽ ആരാണ്, സൂപ്പർമാനും സ്പൈഡർമാനും ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഞങ്ങളിൽ ആരാണ് വലിയവനെന്ന് ചോദിക്കുന്ന കാർട്ടൂണൊക്കെ ഇറങ്ങുന്നുണ്ട്. അതുപോലെ ദൈവവും പിശാചും തമ്മിലുള്ള ഫൈറ്റിങ്ങിൽ ഞങ്ങളിൽ ആരാ വലിയവനെന്ന് അറിയിക്കാനുള്ള ഒരു സംഭവം അല്ല ലോകത്ത് നടക്കുന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ദൈവമാണ് അഖില ലോക സൃഷ്ടിതാവ്. ആമേൻ. ദൈവമാണ് സകലത്തിനെയും സൃഷ്ടിച്ചത്. പിശാച് ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. അവനെ സൃഷ്ടിക്കാൻ അറിയത്തില്ല. അവന് അറക്കുവാനും മുടിക്കുവാനേ അറിയത്തുള്ളൂ. സ്തോത്രം. ക്രിസ്തു അവൻ ഉണ്ടാക്കിയതിനെ നശിപ്പിക്കുന്ന, അവൻ ദൈവം ഉണ്ടാക്കിയതിനെ വൃത്തികേടാക്കി മാറ്റുന്ന, അതിനെ വിരൂപമാക്കി മാറ്റുന്ന ഒരു പൈശാചിക പ്രവർത്തനമാണ് ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നീ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, അവനേക്കാൾ യോഗ്യനായ വേറൊരു ദൈവമില്ല. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ മറ്റൊരു ദൈവമില്ല. സമുദ്രത്തെ കൈക്കുമ്പിളിൽ കോരിയെടുക്കുന്നവൻ, പർവ്വതത്തെ തുലാസിൽ തൂക്കുന്നവൻ, ആകാശത്തെ ഞാനുകൊണ്ട് അളക്കുന്നവൻ, ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നവൻ, സർവശക്തനായ ദൈവത്തെക്കാട്ടിലും മറ്റൊരു ശക്തി ഈ ഭൂമിയിലില്ല. സകലതും അവന്റെ കാൽ കീഴിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പറയുന്നത്, സ്വർലോകത്തിലെയും ഭൂലോകത്തിലെയും അധോലോകത്തിലെയും സകല മുഴങ്കാലും മടങ്ങുന്ന നാമം യേശുവിന്റെ നാമം. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? എന്താ ആദ്യം എഴുതിയത്? ബ്ലാക്ക് മാജിക്. അതായത് ആത്മാക്കളെ വിളിച്ചു വരുത്തുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജനത്തെ വഞ്ചിപ്പിക്കുന്ന പൈശാചിക തന്ത്രത്തെ നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തത്, പലതരത്തിലുള്ള എക്സസൈസിൽ കൂടി നമ്മൾ മറ്റുള്ള ദൈവങ്ങളെ ആരാധിക്കുന്ന തന്ത്രങ്ങളെ മനസ്സിലാക്കുക. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം പോലും അറിയാതെ മറ്റുള്ള ദൈവങ്ങളെ ആരാധിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ അറിഞ്ഞിരിക്കുക. മൂന്നാമത്തത്, വീട്ടിലകത്തോട്ടും സഭയ്ക്കകത്തോട്ടും ആട്ടുംതോലിട്ട് വേഷം ധരിച്ച് കടന്നു വരുന്ന കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുക. ഇവരുടെ ആത്മാവ് ഏതെന്ന്
തിരിച്ചറിയുക. ഇതാണ് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാനുള്ള രണ്ടാമത്തെ ടിപ്സ്. ഹല്ലേലൂയ. എന്താണ്? ഫെമിലിയർ സ്പിരിറ്റ്. പരിചിതമായ ആത്മാക്കളോട് സംസാരിക്കുന്ന പ്രത്യേക പരിപാടിയുണ്ട്. എൻ്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിച്ചത് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ജാഗ്രതയോടെ ആയിരിക്കുക. അത്തരത്തിലുള്ള ഒരു കാര്യത്തിലും ഇടപെടരുത്. അങ്ങനെയുള്ളവരോട് വളരെയധികം സ്നേഹത്തോടെ തന്നെ സംസാരിച്ച് അവരെ അതിൽ നിന്ന് മോചിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.